ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറശ്ശിനിക്കട വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പറശ്ശിനിക്കട ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇസ്മയിലൊക്കെ പോകണമെന്നുണ്ട്. അവിടുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാം അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി വന്നതായിരുന്നു. ഇന്നലെ രാത്രി വന്നതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പം ഇവിടുന്ന് റൂം എടുത്തിട്ട് ഇവിടെ നിന്നതാണ് പറശ്ശിനിക്കടവ്. എന്നിട്ട് കുളിച്ച് മാറ്റിയിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം വീഡിയോ എടുക്കേണ്ട കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ രാത്രി ആകുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് അമ്പലത്തിൽ പോകണം, തൊഴുത് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം കേട്ടോ. തലേന്ന് വന്നിട്ട് ഞങ്ങൾ അവിടെ റൂം എടുത്തതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ കുളിച്ച് തൊഴുത് നേരെ അമ്പലത്തിലേക്ക് പോയി തൊഴുത് അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ച് എന്നിട്ട് നേരെ പിന്നെ വിസ്മയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പക്ഷേ ഈ ഒരു വ്ളോഗിൽ ഞാൻ വിസ്മയിലേക്ക് പോകുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് പറശ്ശിനിക്കടവിൽ പോയത് മാത്രമേ ഇതിലുള്ളൂ. കാരണം നമുക്ക് 2 വ്ളോഗും കൂടെ ആവുന്ന ടൈമിൽ നല്ല ലെങ്ത് ആയി പോകും വീഡിയോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുഞ്ഞു വീഡിയോ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു 2 വീഡിയോ ആക്കിയിട്ട് തന്നെ ഇടാമെന്ന്. അപ്പം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിലേക്ക് പോയി തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിലെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ, കാരണം അതൊന്നും അലൗഡ് അല്ല, ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു പുഴേൻ്റെ പരിസരത്തൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് ആ ഒരു പ്രസാദം കഴിക്കാനാണ്. മമ്പയരും കടലയുണ്ടാവുമല്ലോ, മമ്പയരും ഈ ഒരു തേങ്ങേൻ്റെ ആ ഒരു കൊത്തുണ്ടാവുമല്ലോ, അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അത് കഴിച്ച് ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വന്ന് ബോട്ടിലൊക്കെ കയറി അങ്ങനെ കുറച്ചതായിട്ടൊക്കെ അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ രാവിലെയാണ് 7 മണി 7:30 ആ ഒരു സമയത്താണ് കേട്ടോ. പക്ഷേ നമ്മൾ ബോട്ടിൽ കയറി എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകാൻ വെള്ളമായിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയിട്ട് 7:30 ആ ഒരു ടൈമിലായിരുന്നു ബോട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുത്തു. 8 മണിക്കാണ് ബോട്ട് എടുത്തത്. ബോട്ട് എടുത്തിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും വെള്ളാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വെള്ളാട്ട് കാണാൻ പറ്റിയിട്ടില്ല. ആ ഒരു സങ്കടം നല്ല രീതിയിലുണ്ട്. കാരണം ഇത്രയും നേരത്തെ വന്നിട്ട് വെള്ളാട്ട് കാണാൻ പറ്റില്ല. പിന്നെ ആ ഒരു വെള്ളാട്ട് ആ ഒരു സമയത്തൊന്നുമില്ല. പിന്നെ നമുക്ക് പോകാനോ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന് കഴിയില്ല. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു നായ്ക്കുട്ടി, നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരാരോ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വിളിച്ചാൽ നമ്മുടെ അടുത്ത് വരികയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുട്ടീനെ പോലെ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്ക് ഓടി നടക്കുന്നുണ്ടായിരുന്നു. കാണാൻ ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തു. 1/2 മണിക്കൂറായിരുന്നു ബോട്ടിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ ആയതുകൊണ്ടാണ് 1/2 മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റും ചെയ്തു. ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ആ ബോട്ടിൽ ആളാവണല്ലോ, അതിനുശേഷമല്ലേ ബോട്ട് എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം ബോട്ടിൻ്റെ ഉള്ളിലായിപ്പോയി. അതുകൊണ്ട് വെള്ളാട്ട് കാണാൻ പറ്റാത്തതിന് നല്ല സങ്കടമുണ്ട്. എങ്കിലും ബോട്ടിലൊക്കെ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും നല്ല രീതിയിൽ ആളുകളുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വെക്കേഷൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിലുള്ളവർ ഏകദേശം എല്ലാവരും ടീമായിട്ട് വന്നതായിരുന്നു. കാരണം ഒത്തിരി പേരായിട്ട് വന്നതായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നു, കപ്പിൾസ് ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ടീമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ വന്നതാണ് കേട്ടോ. അപ്പോൾ മിലുവിനാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ കയറുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു അമ്പലത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ്, ബോട്ടിൽ കയറിയിട്ട് വേറെ എവിടെയോ പോകാമെന്നുള്ള രീതിയിൽ മൂപ്പർക്ക് അത്ര മൂടുണ്ടായിരുന്നില്ല. കാരണം മോന് ടോയ്സും കാര്യങ്ങളൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൂപ്പർക്ക് ഈ ഒരു ടെൻഷനായിരുന്നു. ഇനിയിപ്പം ബോട്ടിൽ കയറി പോവുകയാണോ, ടോയ്സ് ഒന്നും വാങ്ങിയില്ലല്ലോ, അമ്പലത്തിൽ നിന്ന് ബോട്ട് എടുത്തല്ലോ, അതുകൊണ്ട് ആ ഒരു പേടിയുള്ളതുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ ആ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ മൂഡ് തീരെ ശരിയല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. 1/2 മണിക്കൂറായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചിലവഴിക്കാനുള്ള സമയം. അത് ഒരു ഭാഗം വരെ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സമയമാണെങ്കിൽ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 9:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ ചായ കുടിക്കുമ്പോഴേക്കും 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ. അപ്പം ഞാൻ മസാല ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിലുവിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെള്ളാപ്പായിരുന്നു. പക്ഷേ വെള്ളാപ്പമൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഓന് വേണ്ടിയിട്ട് ഹോർലിക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൂരി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ നേരെ മിലുവിനെ ഇത്രയും നേരം കാത്തിരുന്നത് എന്തെങ്കിലും ഒരു ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് കുറേ നോക്കിയിട്ട് മിലു തപ്പി കണ്ടുപിടിച്ചതാണ് ഈ ഒരു ബൈനോക്കുലർ കേട്ടോ. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലേ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ക്ലേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മളതൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് വന്നു. റൂം വെക്കേറ്റ് ചെയ്യാനുള്ള സമയം 11:30 വരെ ആയിരുന്നു. 11:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയൊക്കെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ വിസ്മയിലേക്ക് പോയി. അപ്പോൾ അത് അടുത്തൊരു വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് വ്ളോഗിൽ കാണാം. പറ്റാ.